കേരളത്തിൽ വലിയ കോലാഹലത്തിനു വഴിവെച്ച PSC പരീക്ഷാ ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് ഔദ്യോഗികമായി FIR രജിസ്റ്റർ ചെയ്തു. IG അജീത ബേഗത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ചകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ നടപടി. ആസൂത്രണ ബോർഡ് ചീഫ് തസ്തികയിലേക്കുള്ള പരീക്ഷയുടെ മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ സ്വദേശി VS ജയലാൽ നൽകിയ പരാതിയിലാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായെന്ന് വ്യക്തമായത്. പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ ആൾക്കുവേണ്ടി ഉദ്യോഗസ്ഥർ ഒത്തുകളി നടത്തിയെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രധാന കണ്ടെത്തൽ. യാതൊരുവിധ പിഴവുകളും സംഭവിച്ചിരുന്നില്ലെങ്കിൽ നിലവിലെ 1ാം റാങ്കുകാരൻ അർഹതപ്പെട്ട റാങ്ക് പട്ടികയിൽ തന്നെ ഉണ്ടാകുമായിരുന്നില്ലെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. 2009 വർഷം ജൂൺ 11 പരാതിക്കാരൻ ഉത്തരക്കടലാസിന്റെ പകർപ്പിനായി അപേക്ഷ സമർപ്പിച്ചത്. എന്നാൽ 2026 ജൂൺ 18 മാത്രമാണ് അധികൃതർ പകർപ്പ് നൽകിയത് പോലും. ഉത്തരക്കടലാസിലെ 58 മാർക്കിന്റെ ഉത്തരങ്ങൾ മൂല്യനിർണ്ണയം നടത്താതെ ഒഴിവാക്കി പരാതിക്കാരന് ലഭിക്കേണ്ട യഥാർത്ഥ മാർക്ക് മനഃപൂർവ്വം നിഷേധിക്കുകയാണുണ്ടായത്. അതുവഴി മറ്റൊരാൾക്ക് അനധികൃത നിയമനം നൽകി പ്രതികൾ അന്യായമായ നേട്ടമുണ്ടാക്കിയെന്നും FIRൽ വ്യക്തമാക്കുന്നുണ്ട്. 2023 ജൂലൈ 13 നടന്ന പരീക്ഷയിൽ 228 പേരാണ് പങ്കെടുത്തത്. തുടർന്ന് 2025 മെയ് 31 ഔദ്യോഗിക റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇതിനു തൊട്ടടുത്ത മാസം തന്നെ 1ാം റാങ്കുകാരനായ അരുൺ ജെ പ്രതാപിനെ നിയമിക്കുകയും ചെയ്തു.